നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം. കോഴിക്കോട് ആശുപത്രിയിൽ മരിച്ച മലപ്പുറം മങ്കട സ്വദേശിനിക്കാണ് നിപ്പ സ്ഥിരീകരിച്ചത്. പാലക്കാട് നാട്ടുകൽ സ്വദേശിനിക്കും നിപ്പ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്ത് സമ്പർക്ക പട്ടികയിൽ 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. മരിച്ച മങ്കട സ്വദേശിയുടെ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ച സാമ്പിളാണ് പോസിറ്റീവ്. പ്രാഥമിക പരിശോധനാ ഫലം പോസിറ്റീവായതോടെ സാമ്പിൾ പൂനെയിലേക്ക് അയക്കുകയായിരുന്നു. യുവതിയെ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ ഉൾപ്പെടെ 3 ജീവനക്കാർ വീട്ടിൽ നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ മാസം 28-നാണ് അതീവ ഗുരുതരാവസ്ഥയിൽ 18-കാരിയെ കോഴിക്കോട്ടെ ആശുപത്രിയിൽ എത്തിച്ചത്. 1-ാം തീയതി യുവതി മരിച്ചു. നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കുടുംബാംഗങ്ങളെ അടക്കം ഐസൊലേറ്റ് ചെയ്തു. ഇവരുടെ വീടിന്റെ പരിസരത്ത് വവ്വാലുകളുടെ ശല്യമുണ്ടെന്ന് നാട്ടുകാർ. നിലവിലെ ആശങ്കയാണ് ആ പ്രദേശത്തുള്ളത്. ഈ ആശങ്ക സൃഷ്ടിക്കാൻ നമ്മൾ പറയപ്പെടുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ഇതിനു ചുറ്റുമായി ആയിരക്കണക്കിന് വവ്വാലുകൾ താമസിച്ചു വരുന്നൊരു ഏരിയ വവ്വാലുകളുണ്ട്. നിപ സമ്പർക്ക പട്ടികയിൽ സംസ്ഥാനത്ത് 345 പേർ ഉള്ളതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. മലപ്പുറത്ത് 211 പേരും പാലക്കാട് 91 പേരും കോഴിക്കോട് 43 പേരുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. നിപ കേസുകളുമായി ബന്ധപ്പെട്ട് ഈ 3 ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. നിപയുമായി ബന്ധപ്പെട്ട ആശങ്കയകറ്റാൻ സ്റ്റേറ്റ് കൺട്രോൾ റൂമും ജില്ലാ കൺട്രോൾ റൂമുകളും പ്രവർത്തനം ആരംഭിച്ചു. 24 പാലക്കാട്, കോഴിക്കോട്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ആളിക്കത്തി പ്രതിപക്ഷ പ്രതിഷേധം. മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് UDF-ഉം BJP. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് ഇന്ന് പകൽ മുഴുവൻ സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, BJP പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്കുള്ള BJP മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പത്തനംതിട്ടയിൽ വീണ ജോർജിന്റെ MLA ഓഫീസിലേക്ക് കോൺഗ്രസും BJP-യും പ്രതിഷേധം സംഘടിപ്പിച്ചു. തൃശൂരിൽ DMO ഓഫീസിലേക്ക് മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സ് ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിച്ചു. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ആരോഗ്യമന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ യോഗ്യല്ല. അവർ ഈ ആരോഗ്യ കേരളത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ആരോഗ്യ കേരളത്തെ അവർ വെന്റിലേറ്ററിലാക്കി. ഞാൻ എപ്പോഴും പറയും, ഒരു സർക്കാരില്ലായ്മ ഫീൽ ചെയ്യാൻ, സർക്കാരില്ലായ്മ. മന്ത്രി രാജിവെക്കണമെന്ന് BJP-യും ആവശ്യപ്പെട്ടു. ഇതൊരു സാധാരണ മരണമല്ല, ഒരു ക്രിമിനൽ നെഗ്ലിജൻസിന്റെ ഒരു കേസുമാണ്, കുറ്റകരമായ അനാസ്ഥയുടെ ഒരു കേസാണ്. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സുരക്ഷ കൂട്ടി. ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലും മന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. പ്രതിഷേധം കനക്കുന്നതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് പ്രതിരോധമൊരുക്കി CPIM-ഉം മന്ത്രിമാരും. മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ തള്ളി. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ വീഴ്ചയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് മന്ത്രിക്ക് പാർട്ടിയും സർക്കാരും സംരക്ഷണ കവചം തീർക്കുന്നത്. വ്യാജ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീണ ജോർജ് രാജിവെക്കണമെന്ന ആവശ്യം CPIM തള്ളി. ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി രാജിവെക്കണം, മന്ത്രി രാജിവെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. അതൊന്നും രാജിവെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അവർക്കും അറിയാം. ആരോഗ്യമന്ത്രിയെ പിന്തുണച്ച് മന്ത്രിമാരും കൂട്ടത്തോടെ രംഗത്ത്. ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിറവേറ്റുന്ന മന്ത്രിയാണ് വീണ ജോർജ്. വ്യക്തിപരമായ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള കരുത്ത് CPIM-നുണ്ടെന്നും പ്രതികരണങ്ങൾ. ഞങ്ങളുടെ മന്ത്രിയെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കരുത്ത് കേരളത്തിലെ CPM-നുണ്ട് എന്നുള്ള ധാരണ എല്ലാവർക്കും വേണം. വളരെയധികം കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ്. രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടാണ് അവർ ഈ ആരോഗ്യ മേഖലയിലെ ഓരോ വിഷയത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടത്തിലും രക്ഷാദൌത്യത്തിലും വീഴ്ചയുണ്ടായിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സർക്കാർ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പെട്ടെന്നൊരു ഉന്നതത്തിന് അതിനകത്ത് കയറി വരാൻ കഴിയുന്നില്ല. അപ്പോൾ വസ്തുതാപരമായ കാര്യം ഇതാണെങ്കിൽ അതിനെ വളച്ചൊടിച്ചാണ് നിർത്തിവെക്കാൻ പറയുക. അങ്ങനെ നിർത്തിവെക്കാൻ ആരും ഇത് തെറ്റായി വ്യാഖ്യാനിച്ച് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടു കൂടി
ഈ പുരയ്ക്ക് തീ പിടിക്കുമ്പോൾ വാഴ വെട്ടുന്നു പറയുന്നത് കേട്ടിട്ടില്ല. ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പമാണ് സർക്കാരെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റെയും ദുഃഖമാണെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മന്ത്രി പ്രതികരിച്ചു. 24 തിരുവനന്തപുരം. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറി. മന്ത്രി VN വാസൻ തലയോലപ്പറമ്പിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് അടിയന്തര ധനസഹായം കൈമാറിയത്. നവമിയുടെ തുടർ ചികിത്സയുൾപ്പെടെ കുടുംബം മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിൽ ഇടപെടലുണ്ടാകുമെന്നും മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന കുടുംബത്തിന്റെ പരാതിക്കും വിമർശനങ്ങൾക്കുമിടയിലാണ് മന്ത്രി VN വാസവനും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ളവർ തലയോലപ്പറമ്പിലെ വീട്ടിൽ നേരിട്ടെത്തി കുടുംബത്തിന് അടിയന്തര ധനസഹായം കൈമാറിയത്. മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്നുള്ള 50,000 രൂപയാണ് അടിയന്തര ധനസഹായം. 4 കാര്യങ്ങളാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. ബിന്ദുവിന്റെ മകളുടെ ചികിത്സയാണ് പ്രധാന ആവശ്യം. ചികിത്സ പൂർണ്ണമായും സർക്കാർ സൗജന്യമായി ഉറപ്പാക്കും. മകന് താൽക്കാലിക ജോലി നൽകാനും തീരുമാനിച്ചു. സ്ഥിരജോലി സംബന്ധിച്ച് പിന്നീട് തീരുമാനിക്കും. ധനസഹായത്തിൽ ഈ മാസം 11-ന് ചേരുന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുക്കുമെന്ന് മന്ത്രി VN വാസവൻ. ഇന്ന് ഞങ്ങൾ ചെയ്തത് അവരുടെ ശവസംസ്കാര ചടങ്ങിന് ആവശ്യമായ സാമ്പത്തിക സഹായം അടിയന്തരമായി കൊടുക്കേണ്ടതാണ്. അത് മെഡിക്കൽ കോളേജിന്റെ HDS ഫണ്ടിൽ നിന്ന് 1,00,000 രൂപ അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പം ചെയ്തത്. മറ്റൊരു കാര്യം ധനസഹായമാണ്. അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും. മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയുണ്ടെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ 24-നോട്. അത് ഞങ്ങൾ പൂർണ്ണ പ്രതീക്ഷയുണ്ട്, വിശ്വാസമാണ് തരുമെന്ന്. അല്ലെങ്കിൽ നമ്മൾ മന്ത്രി എങ്ങനെ പറഞ്ഞ് നമ്മളെ പറ്റിക്കുമെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അത് തന്നെ, അത് മുന്നോട്ട് പോവുക. രക്ഷാപ്രവർത്തനത്തിൽ ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ലെന്നും അപകടം നടന്ന ഉടനെ JCB കൊണ്ടുവരാൻ നിർദ്ദേശം നൽകിയിരുന്നതായും മന്ത്രി VN വാസവൻ ആവർത്തിച്ചു. മന്ത്രി വിഷയം വഴിതിരിച്ചുവിടുന്നുവെന്ന് BJP നേതാവ് V മുരളീധരൻ. ഞാൻ മനസ്സിലാക്കുന്നത് വാസവൻ മന്ത്രി ഇവിടെ വന്നിട്ട് അദ്ദേഹം ഈ വിഷയത്തെ മുഴുവൻ വഴിതിരിച്ചുവിടാനുള്ള ശ്രമം നടത്തുകയാണ്. കാരണം അദ്ദേഹം ഈ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ജയകുമാറിനെ ആളുകൾ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ സംസാരിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജയകുമാറിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. ജയകുമാറിന്റെ അല്ല ഈ വീഴ്ച. ഫോണിൽ വിളിച്ച് ബിന്ദുവിന്റെ കുടുംബത്തോട് ദുഃഖം രേഖപ്പെടുത്തിയ മന്ത്രി വീണ ജോർജ് 2 ദിവസത്തിനകം കുടുംബത്തെ സന്ദർശിക്കും. 24 കോട്ടയം. അപകടത്തിൽ ബിന്ദുവിനായുള്ള തിരച്ചിൽ ആരംഭിച്ചതായി ചാണ്ടിയുമ്മൻ MLA ചോദ്യം ചെയ്തതിന് പിന്നാലെ ബിന്ദുവിനെ കാണാനില്ല എന്ന ഭർത്താവും മകളും ചാണ്ടിയുമ്മനോട് പറയുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെയും മന്ത്രി വീണ ജോർജ് ഫോണിൽ വിളിച്ച് ദുഃഖം രേഖപ്പെടുത്തി. ബിന്ദുവിന്റെ കുടുംബത്തിന് ഉചിതമായ സഹായം നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പല വഴിക്കാൻ നോക്കണ്ടത്. അപ്പം ഞാൻ ഇവിടെ പല വഴിക്ക് നോക്കി വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് കൊച്ചിന് ഫുഡ് കൊടുക്കണം, മെഡിസിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ചീട്ടും വെച്ച് മുന്നോട്ട് വരുവായിരുന്നു. അപകടത്തിന് പിന്നാലെ മെഡിക്കൽ കോളേജിലെത്തിയ ചാണ്ടിയൂമ്മനോട് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും മകൾ നവമിയും സംസാരിക്കുന്ന ദൃശ്യങ്ങളാണിത്. ബിന്ദുവിനെ കാണാനില്ലെന്ന് കുടുംബം അറിയിച്ചതിന് പിന്നാലെ തിരച്ചിൽ വൈകിയതിന് ജീവനക്കാരോട് ചാണ്ടിയൂമ്മൻ ക്ഷോഭിക്കുകയും ചെയ്തു. രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായെന്ന ബിന്ദുവിന്റെ കുടുംബം ആവർത്തിച്ചു. ആശ്വാസവാക്കുമായി ആരോഗ്യമന്ത്രിയോ ബന്ധപ്പെട്ടവരോ വന്നില്ലെന്നായിരുന്നു കുടുംബത്തിന്റെ പ്രതികരണം. ഇതിനു പിന്നാലെയാണ് വിശ്രുതനെ ആരോഗ്യമന്ത്രി ഫോണിൽ വിളിച്ചത്. 2 ദിവസത്തിനകം വീട്ടിലെത്താമെന്ന് മന്ത്രി. സഹായത്തിന്റെ കാര്യമൊന്നും നമ്മുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അവർ തീരുമാനിച്ചുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവരുടെ കാര്യം തീരുമാനിച്ച് നമ്മുടെ കാര്യം ഇനി പറയും. ഈ കുടുംബത്തിനെ ചേർത്ത് നിർത്തുമെന്ന് അവരിപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്. അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിന് മേളിലോട്ട് സംസാരിക്കണ്ടല്ലോ. കുടുംബത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചിട്ട് ഞങ്ങളുടെ അവരടുത്തും പറയും. ഫോൺ കോളിനകത്ത് പ്രതീക്ഷയുണ്ട്. അത് ഉറപ്പാണ്. ഞങ്ങൾക്ക് സഹായങ്ങൾ ചെയ്യും. ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകും. ബിന്ദുവിന്റെ കുടുംബാംഗങ്ങൾക്ക് സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. സർക്കാർ സഹായം നൽകിയില്ലെങ്കിൽ കുടുംബത്തെ UDF ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വളരെ പാവപ്പെട്ട വീട് പണി പൂർത്തിയാക്കാത്തൊരു കുടുംബമാണ് ഞങ്ങൾ. അവർക്ക് 25 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം ആ കുടുംബത്തിന് കൊടുക്കണം. ആ കുട്ടിയുടെ ചികിത്സ സർക്കാർ ഏറ്റെടുക്കണം. ആ കുടുംബത്തിൽ നിന്നൊരാൾക്കൊരു ജോലി കൊടുക്കാൻ സർക്കാർ തയ്യാറാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ 5 ലക്ഷം രൂപ ധനസഹായവും നൽകി. 24 കോട്ടയം. ഗർഭസ്ഥ ശിശുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അടിമാലി താലൂക്ക് ആശുപത്രിക്കെതിരെ ഗുരുതര ആരോപണം. മാങ്കുളം കുറത്തിക്കുടി ആദിവാസി കോളനിയിലെ ഷിബു ആശാ ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത്. താലൂക്ക് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ മൂലമാണ് കുട്ടിക്ക് മരണം സംഭവിച്ചത് എന്നാണ് ആരോപണം. അതേസമയം കുട്ടിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്ന് ആശുപത്രി സൂപ്രണ്ട് വിശദീകരിക്കുന്നു. ജൂൺ 15-ാം തീയതിയാണ് സംഭവം. 14-ാം തീയതി സ്കാനിങ്ങിനും മറ്റുമായി എത്തിയ ആശയെ ചെക്കപ്പിന് ശേഷം ഉന്നതിയിലേക്ക് ഡോക്ടർമാർ പറഞ്ഞുവിട്ടു.
19-ാം തീയതി അഡ്മിറ്റ് ആകാമെന്നായിരുന്നു പറഞ്ഞത്. എന്നാൽ രാത്രിയോടെ വേദന കൂടിയതോടെ ഇവർ തിരികെ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തി. അനസ്തേഷ്യ നൽകേണ്ട ഡോക്ടറുടെ അഭാവം മൂലം തൊട്ടടുത്തുള്ള മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിൽ അഡ്മിറ്റാക്കാൻ ആശുപത്രി അധികൃതർ നിർദ്ദേശിച്ചു. ഈ ആശുപത്രിയിൽ സിസേറിയൻ നടത്തിയതിന് പിന്നാലെയാണ് കുഞ്ഞു മരിച്ചതായി അറിയിക്കുന്നത്. തലേദിവസം എത്തിയപ്പോൾ ഡോക്ടർമാർ മനഃപൂർവ്വം വിവരം മറച്ചുവെച്ചതുകൊണ്ടും അശ്രദ്ധമായി കൈകാര്യം ചെയ്തതുകൊണ്ടുമാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ടതെന്നും ആശയുടെ ബന്ധുക്കൾ. നമുക്ക് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് സംഭവിച്ചത്. ഞങ്ങളന്ന് വന്ന ദിവസം കൊണ്ട് അഡ്മിറ്റ് ആയിട്ടില്ലോ. ഇപ്പം എന്തിനാണ് അവർ അഡ്മിറ്റ് ആക്കി? എനിക്ക് വന്നതിന് ആർക്കും ഇടുക്കിച്ചല്ല ഈ കേരളത്തിൽ ആർക്കും ഇല്ല. ആരോഗ്യനില വഷളായതിന് പിന്നാലെ ആശയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാൻ പറഞ്ഞതെന്നും കുഞ്ഞിന് ഹൃദയമിടിപ്പ് കുറവായിരുന്നത് അപ്പോൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നുമാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. തലേദിവസം വയറ് പരിശോധിച്ചത് മുറുക്കൊന്നും ഇല്ലായിരുന്നു. ഇതിനെക്കുറിച്ചിട്ടുണ്ട്. എന്നാൽ പേഷ്യന്റ് പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ നല്ലൊരു വയറ് മുറുക്കം കണ്ടതിൽ ലേബറിലാണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളതുകൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അനസ്തീഷ്യ ഡോക്ടർ ഒരാളെ ഉള്ളൂ. മാത്രമല്ല അദ്ദേഹം രാത്രിയിൽ അടുത്ത ദിവസം ലീവിലായിരുന്നു. അപ്പോൾ അടുത്തുള്ള ആശുപത്രിയായിട്ടുള്ള മോർണിംഗ് സ്റ്റാറിൽ നമ്മൾ റെഫർ ചെയ്യുകയും അവിടെ സിസേറിയൻ നടത്തി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നുവെന്ന ആരോപണവും ശക്തമാണ്. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ കക്ഷികൾ. 24 തൊടുപുഴ. തുടർ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ അമേരിക്കയിലേക്ക് പോകും. പുലർച്ചെ എമിറേറ്റ്സ് വിമാനത്തിൽ ദുബായിലെത്തുന്ന മുഖ്യമന്ത്രി അവിടെ നിന്നാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ. 7 ദിവസം ചികിത്സയ്ക്കും 2 ദിവസം യാത്രയ്ക്കും എന്ന രീതിയിലാണ് വിദേശ പര്യടനം ക്രമീകരിച്ചിരിക്കുന്നത്. വിദേശ ചികിത്സയ്ക്ക് പോകുന്ന വിവരം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ അഭാവത്തിൽ ആർക്കും പകരം ചുമതല നൽകിയിട്ടില്ല. സസ്പെൻഷൻ നടപടി റദ്ദു ചെയ്യണമെന്ന കേരള സർവകലാശാല രജിസ്ട്രാറുടെ ആവശ്യം അംഗീകരിക്കാതെ ഹൈക്കോടതി. കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുമ്പോൾ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി വിസിയോട് ആവശ്യപ്പെട്ടു. കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്ര വിവാദത്തിലും കേരള സർവകലാശാല രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തതിലും ഗവർണർക്കെതിരെ സർക്കാർ നിലപാട് കടുപ്പിക്കുന്നതിനിടെയാണ് ഹൈക്കോടതി നടപടി. സസ്പെൻഷൻ ഉത്തരവ് റദ്ദാക്കണമെന്ന് ഡോക്ടർ KS അനിൽകുമാറിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. വൈസ് ചാൻസലറോട് തിങ്കളാഴ്ച വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. കേസ് പരിഗണിച്ചപ്പോൾ ഭാരതാംബ എങ്ങനെ മതചിഹ്നമാകുമെന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അത് കൃത്യമായി അറിയണമെന്നും ആ ഫോട്ടോ വെച്ചതുകൊണ്ട് കേരളത്തിൽ എന്ത് ക്രമസമാധാന പ്രശ്നമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നും കോടതി ചോദിച്ചു. ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നതല്ലേ എന്നും കോടതി കേസ് പരിഗണിക്കുന്നതിനിടെ ചോദ്യമുന്നയിച്ചു. നേരത്തെ നിശ്ചയിച്ച പരിപാടി റദ്ദാക്കിയത് എന്തിനെന്നറിയണം. കേരള സർവകലാശാലയിൽ താൽക്കാലിക വിസിയായി ചുമതലയേറ്റ സിസ തോമസിനെതിരെ ഇന്നും SFI പ്രതിഷേധമുണ്ടായി. സിസ തോമസ് സർവകലാശാലയിലേക്ക് എത്തിയാൽ ഇനിയും പ്രതിഷേധിക്കുമെന്നും SFI പറഞ്ഞു. 24 കൊച്ചി. ഗവർണറുടെ അധികാരം കുട്ടികളെ പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകാരം നൽകി. ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റിയാണ് പാഠപുസ്തകം അംഗീകരിച്ചത്. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കുള്ള പുസ്തകത്തിലാണ് ഗവർണറുടെ അധികാരം വിശദീകരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ച ഗവർണറുടെ അധികാരങ്ങളെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള പാഠപുസ്തകത്തിന് അംഗീകാരം. 10ാം ക്ലാസ് സാമൂഹ്യശാസ്ത്ര വിഷയത്തിലെ അവസാന പാഠത്തിലാണ് ഗവർണർ വിഷയമാകുന്നത്. ഗവർണർക്കുള്ള അധികാരം, അധികാര പരിധി, ചുമതലകൾ എന്നിവ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള പാഠഭാഗങ്ങൾക്ക് ഇന്ന് ചേർന്ന കരിക്കുലം കമ്മിറ്റി അംഗീകാരം നൽകി. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചുള്ള പാഠഭാഗങ്ങളിലാണ് ഗവർണറെക്കുറിച്ച് പറയുന്നത്. ഗവർണർ പ്രവർത്തിക്കേണ്ടത് മന്ത്രിസഭയുടെ നിർദ്ദേശം അനുസരിച്ചാകണമെന്ന് പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. ഗവർണറുടെ അധികാരത്തെക്കുറിച്ചുള്ള സമീപകാല കോടതി വിധികളും പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തി. ഈ അധ്യയന വർഷം തന്നെ വിദ്യാർത്ഥികൾ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കും. അതിനിടെ കേരള സർവകലാശാലയിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ ഗവർണർക്കും വൈസ് ചാൻസലർ മോഹനൻ കുന്നുമ്മലിനുമെതിരെ ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതി. സംഘപരിവാർ ഏജന്റായി പ്രവർത്തിച്ച് സർവകലാശാലയെ തകർക്കുകയാണ് വിസിയുടെ ലക്ഷ്യമെന്ന് എഡിറ്റോറിയലിൽ വിമർശിക്കുന്നു. 24 തിരുവനന്തപുരം. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് ചൈന സഹായം നൽകിയെന്ന് വെളിപ്പെടുത്തി ഇന്ത്യൻ സൈന്യം. DGMO തല ചർച്ചകൾ നടക്കുമ്പോഴും പാകിസ്ഥാന് ചൈനയിൽ നിന്ന് ഇന്ത്യൻ സംവിധാനങ്ങളെക്കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നുണ്ടായിരുന്നുവെന്ന് കരസേനാ ഉപമേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ R. സിംഗ് പറഞ്ഞു. ആദ്യമായാണ് വിഷയത്തിൽ ചൈനയുടെ പങ്ക് സൈന്യം വെളിപ്പെടുത്തുന്നത്. ഡൽഹിയിൽ നടന്ന ന്യൂ ഏജ് മിലിറ്ററി ടെക്നോളജി എന്ന പരിപാടിയിൽ സംസാരിക്കുന്നതിനിടെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെയുള്ള പാക് ആക്രമണങ്ങളിൽ ചൈനയുടെ പങ്ക് കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ രാഹുൽ R. സിംഗ് വെളിപ്പെടുത്തിയത്. പാകിസ്ഥാന് സാധ്യമായ എല്ലാ സഹായവും പിന്തുണയും ചൈന നൽകി.
പാകിസ്ഥാന്റെ 81% സൈനിക ആയുധങ്ങളും ചൈനീസ് നിർമ്മിതം. സംഘർഷത്തെ ആയുധ പരീക്ഷണത്തിനായി ചൈന ഉപയോഗിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ 3 എതിരാളികളുമായിരുന്നു ഇന്ത്യയുടെ പോരാട്ടം. പാകിസ്ഥാൻ മുന്നിൽ. എല്ലാ പിന്തുണയും നൽകി ചൈനയും തുർക്കിയും. Firstly, one border, two adversaries. So we saw Pakistan one side, but adversaries were 2, and if I would say actually 4 or 3 actually. So Pakistan was the front face. We had China providing all possible support, and it's no surprise because if you were to look at statistics, ഇനിയൊരു സംഘർഷമുണ്ടായാൽ ഇന്ത്യയിലെ ജനവാസ മേഖലയായിരിക്കും പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും കരസേന ഉപമേധാവി പറഞ്ഞു. 24 ഡൽഹി. in the last 5 years, 81 പിൻഗാമിയെ നിയമിക്കാനുള്ള അധികാരം ദലൈലാമയ്ക്കാണെന്ന കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിന്റെ പ്രസ്താവനയ്ക്കെതിരെ ചൈന. ടിബറ്റൻ മതനിയമങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശം തങ്ങൾക്കാണെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ് മാ വോനിംഗ് പറഞ്ഞു. ടിബറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ വൈകാരിക വശം ഇന്ത്യക്ക് പൂർണ്ണ ബോധ്യമുണ്ടെന്നാണ് കരുതുന്നത് എന്നും മാ വോനിംഗ് പറഞ്ഞു. അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രി കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ പ്രഖ്യാപിച്ചു. AIADMK സഖ്യത്തിലേക്കുള്ള BJPയുടെ ക്ഷണം വിജയ് തള്ളി. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയാണെന്നും വിമർശനം. തമിഴക വെട്രി കഴകം தலைமையில் அமையும் கூட்டணி எப்போதும் திமுக மற்றும் பாஜகவுக்கு எதிரானதாகத்தான் இருக்கும் என்பதையும் அதில் சமரசம் என்ற பேச்சுக்கே இடமில்லை என்பதையும் അഭ്യൂഹങ്ങൾക്കിട നൽകാതെ വിജയ് പ്രഖ്യാപിച്ചു. DMKയുമായോ BJPയുമായോ ഒരു സഖ്യത്തിനുമില്ല. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു ധാരണയും ഉണ്ടാക്കില്ല. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നുവെന്ന് വിമർശനം. TVK എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിജയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. மக்களை மத ரீதியாக பிளவுபடுத்தி மக்களிடையே வேற்றுமையை விதைத்து அதில் குளிர்காய நினைக்கிறது பாஜக. அவர்களின் இந்த விஷமத்தனமான வேலைகள் வேறு எங்கு வேண்டுமானாலும் எடுபடலாம், ஆனால் தமிழகத்தில் ஒருபோதும் எடுபடாது. நம் தமிழக வெற்றி கழகம். DMKയെയും വിജയ് കടന്നാക്രമിച്ചു. പരന്തൂർ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്നവരെ സർക്കാർ മനുഷ്യരായി കാണുന്നില്ല. ഇവരെ കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമരം ചെയ്യും. கொள்கை எதிரிகள் மற்றும் பிளவுவாத சக்திகளுடன் என்றைக்கும் நேரடியாகவோ மறைமுகமாகவோ கூட்டணி இல்லை என்பதில் தமிழக வெற்றி கழகம் மிக உறுதியாக இருக்கிறது. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയ് സംസ്ഥാന പര്യടനം നടത്തും. AIADMKയുമായി അകൽച്ചയില്ലെങ്കിലും BJPയുമായി അവർ കൈകോർത്തതോടെയാണ് വിജയ് കന്നിപ്പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. 24 ചെന്നൈ. മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തലപ്പത്തേക്ക് ആരെത്തുമെന്ന് അടുത്ത മാസം 15-ന് അറിയാം. അംഗങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം സംബന്ധിച്ച കത്ത് നൽകി. അസാധാരണ പൊതുയോഗം എന്ന തലക്കെട്ടിലാണ് കത്ത് നൽകിയത്. ഓഗസ്റ്റ് 15-ന് നടക്കാനിരിക്കുന്ന സംഘടനാ തിരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംബന്ധിച്ചാണ് കത്ത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം 31-ന് പ്രസിദ്ധീകരിക്കും. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 വനിതാ സംവരണ സീറ്റുകളാണുള്ളത്. സർവ്വസമ്മതനായ ഭാരവാഹിയെ കണ്ടെത്താൻ എല്ലാവരും സഹകരിക്കണമെന്നും വിജ്ഞാപനത്തിലുണ്ട്. പ്രസിഡന്റ് സ്ഥാനത്തേക്കില്ലെന്ന് മോഹൻലാൽ തീർത്തു പറഞ്ഞതോടെയാണ് സംഘടന തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. കഴിഞ്ഞ മാസം നടന്ന അമ്മ ജനറൽ ബോഡിയിലാണ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആവശ്യമുയർന്നത്. ജനറൽ ബോഡിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും നിലവിലെ ഭരണസമിതി തുടരണമെന്ന് അഭിപ്രായപ്പെട്ടുവെങ്കിലും എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മോഹൻലാൽ നിലപാടെടുക്കുകയായിരുന്നു. ഈ നിലപാടാണ് തിരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ മാറ്റിയത്. ഇടപ്പള്ളി ലുലു മാരിയറ്റ് ഹോട്ടലിലാണ് തിരഞ്ഞെടുപ്പ്. 24 കൊച്ചി. 2 ദിവസമായി പാലക്കാട് പന്ന്യങ്കര ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിട്ടിരുന്ന ആശുപത്രി മാലിന്യ വാഹനം പ്രദേശത്തു നിന്ന് നീക്കി. മലമ്പുഴയിലെ ഇമേജ് ആശുപത്രി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന ബയോമെഡിക്കൽ മാലിന്യമടങ്ങിയ ലോറി തകരാറിലായതോടെയാണ് ദേശീയപാതയ്ക്കരികിൽ പാർക്ക് ചെയ്ത് പോയത്. ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ വിവരമറിയുന്നത്. 24 വാർത്തയ്ക്ക് പിന്നാലെ ലോറികൾ സ്ഥലത്തു നിന്നും മാറ്റി. 24 ഇംപാക്ട്. പന്ന്യങ്കര ടോളിന് സമീപം ആശുപത്രി മാലിന്യവുമായി എത്തിയ ലോറി ദേശീയപാതയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ. പ്രദേശത്ത് രൂക്ഷഗന്ധം വമിക്കുന്നു. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ശ്രീകുമാരൻ പാലക്കാട് വിശദാംശങ്ങളുമായി ചെയ്യുന്നു. ശ്രീജിത്ത്, ലക്ഷ്യം തെറ്റി ലോറി അവിടെ കിടക്കാൻ കാരണമെന്താണ്? അധികാരികൾ പറയുന്നത് എന്താണ്? മാറ്റാനുള്ള നടപടികൾ എന്ന് തുടങ്ങും? എപ്പോൾ തുടങ്ങും? 3:30 മണിയോടെയാണ് 24 കോഴിക്കോട് നിന്ന് ആശുപത്രി മാലിന്യമായി വന്ന വണ്ടി 2 ദിവസമായി ദേശീയപാതയിൽ പന്ന്യങ്കരയിൽ നിർത്തിയിട്ടിരിക്കുന്നത് റിപ്പോർട്ട് ചെയ്തത്. ഞങ്ങളെത്തുമ്പോൾ ദുർഗന്ധം വമിച്ചും വാഹനങ്ങളിൽ നിന്ന് ദ്രാവകം ഒലിച്ചിറങ്ങിയുമുള്ള അവസ്ഥയായിരുന്നു.
പിന്നീട് ഈ നേരം വരയ്ക്കും ആരുമില്ല. ഈ നിൽക്കുന്ന ഈ പയ്യൻ മാത്രം ചില സമയങ്ങളിൽ വന്നിട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ പോവാണ്. ഇവനൊന്നല്ല വന്നത്, ഫസ്റ്റ് വേറൊരു പയ്യനാ വന്ന്. അവർ ഒരു ദിവസം ഇവിടെ നിർത്തി, അവർ പയ്യൻ മിണ്ടാണ്ട് എല്ലാവരും മുങ്ങിയത്. 24 വാർത്ത വന്നതോടെ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്തെത്തി. സഹ്യമായ സ്മെല്ല്, ഈ വാഹനത്തിൽ നിന്ന് ദുർഗന്ധം വരുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഇതിനെ സംബന്ധിച്ച് 24 വാർത്ത ഉൾപ്പെടെ വരുന്ന സ്ഥിതി ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് അന്വേഷിച്ചത്. ഇത് IMAയുടെ മെഡിക്കൽ വേസ്റ്റ് എടുക്കുന്ന ഇമേജ് എന്ന് പറയുന്ന കമ്പനിയുടെ വാഹനമാണ് ഇവിടെ ഇങ്ങനെ തകരാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിട്ടിട്ടുള്ളത്. ഞങ്ങളിവിടെ തുടരുകയാണ്. വാഹനം തകരാറാണെന്നും ശരിയാക്കാൻ ശ്രമിക്കുകയാണെന്നുമായിരുന്നു ലോറിയിലെ ക്ലീനർ പറഞ്ഞത്. അതിനിടെ വടക്കഞ്ചേരി പോലീസും സ്ഥലത്തെത്തി. ഉടൻ ലോറി മാറ്റണമെന്ന് നിർദ്ദേശിച്ചു. സ്ഥലത്തെത്തിയ PP സുമോദ് MLA ലോറി മാറ്റിയില്ലെങ്കിൽ കെട്ടിവലിച്ചു കൊണ്ടുപോകുമെന്ന് മുന്നറിയിപ്പ് നൽകി. വളരെ അടിയന്തരമായി എടുത്തുകൊണ്ടുപോകാൻ വേണ്ടി ഇമേജിന്റെ ആളുകൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബന്ധപ്പെട്ട പോലീസ് ഉൾപ്പെടെ വിവരം അറിയിച്ചിട്ടുണ്ട്. എടുത്തുകൊണ്ടേയില്ല എങ്കിൽ ട്രെയിൻ ഉപയോഗിച്ച് ഇവിടുന്ന് കെട്ടിവലിച്ചു കൊണ്ടുപോകും. ഒരു കാരണവശാലും ഈ ദുർഗന്ധം, ഈ മാലിന്യം ഇവിടെ അനുവദിക്കില്ല. 6 മണിയോടെ ജീവനക്കാർ ലോറി ശരിയാക്കി. അപകടകരമായ രീതിയിൽ ആശുപത്രി മാലിന്യം കൈകാര്യം ചെയ്തതിന് ലോറിയുടെ ഉടമയ്ക്കെതിരെ നടപടിയെടുക്കുമെന്ന് വടക്കഞ്ചേരി പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം അറിയിച്ചു. രാജീവ് സുദേവനും അഷ്റഫ് അലിക്കുമൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പാലക്കാട്. തൃശൂർ മാള കേബിൾ വിഷന്റെ 10ാമത് വിദ്യാഭ്യാസ പുരസ്കാര ചടങ്ങ് സമാദരണം 2025 ജൂലൈ 6 മാള കാർമൽ കോളേജിൽ നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങ് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠൻ നായർ മുഖ്യാതിഥിയാകും. മാള കേബിൾ വിഷൻ ഉപഭോക്താക്കളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളിലെയും സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികവ് തെളിയിച്ച വ്യക്തികളെയും ചടങ്ങിൽ ആദരിക്കും. മാളയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മാള കേബിൾ വിഷൻ MD ജിജോ ജോസഫ്, P ഗിരീശൻ, PS സുബിതൻ എന്നിവർ പങ്കെടുത്തു. ലുലു ഫ്ലാറ്റ് 50 സെയിലിന്റെ ഭാഗമായുള്ള 42 മണിക്കൂർ നോൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് നാളെ മുതൽ. രാവിലെ 8 മണിക്ക് തുറക്കുന്ന ഹൈപ്പർ മാർക്കറ്റ്, ഫാഷൻ, കണക്ട് തുടങ്ങിയ ലുലു സ്റ്റോറുകൾ ഇടവേളയില്ലാതെ തിങ്കളാഴ്ച പുലർച്ചെ 2 മണി വരെ തുറന്ന് പ്രവർത്തിക്കും. ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ, ഗ്രോസറി ഉൽപ്പന്നങ്ങൾ എന്നിവ ആകർഷകമായ വിലക്കുറവിൽ വാങ്ങാം. എൻഡ് ഓഫ് സീസൺ സെയിലിലൂടെ ലുലു ഫാഷൻ സ്റ്റോറിൽ വിലക്കുറവ് ഈ മാസം 20 വരെ ലഭിക്കും. ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഉൽപ്പന്നങ്ങളുടെ വൻ ശേഖരമാണ് ഫ്ലാറ്റ് 50യുടെ ഭാഗമായി ലുലു കണക്റ്റിൽ ഒരുക്കിയിരിക്കുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളും 50% കിഴിവിൽ സ്വന്തമാക്കാം. ലുലു ഓൺലൈൻ ഇന്ത്യ ഷോപ്പിംഗ് ലുലു ഓൺലൈൻ ഇന്ത്യ ഷോപ്പിംഗ് ആപ്പ് വഴിയും www.luluhypermarket.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചും വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ കഴിയും. കായിക വാർത്തകൾ. ഫിഫ ക്ലബ് ലോകകപ്പ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 12:30 നടക്കുന്ന ആദ്യ ക്വാർട്ടറിൽ ഫ്ലുമിനൻസെ അൽ ഹിലാലിനെ നേരിടും. ഇന്ത്യൻ സമയം നാളെ രാവിലെ 6:30 ചെൽസി പാൽമിയറാസ് രണ്ടാം ക്വാർട്ടർ. ഫിഫ ക്ലബ് ലോകകപ്പിൽ ഇനി ക്വാർട്ടർ ആവേശം. ആദ്യ പോരാട്ടം വമ്പൻ അട്ടിമറികളിലൂടെ അവസാന 8-ൽ ഇടം പിടിച്ച 2 സംഘങ്ങൾ. ഇറ്റാലിയൻ വമ്പന്മാരായ ഇന്റർ മിലാനെ ഇടിച്ചിട്ടെത്തുന്ന ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലുമിനൻസെയും നിലവിലെ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയെ വീഴ്ത്തിയ സൗദി ക്ലബ്ബ് അൽ ഹിലാലും. കറുത്ത കുതിരകളല്ല, കരുത്തരെന്ന് തെളിയിച്ചാണ് അൽ ഹിലാലിന്റെ ക്വാർട്ടർ പ്രവേശം. റയൽ മാഡ്രിഡിനെ സമനിലയിൽ കുരുക്കി തുടങ്ങിയ അൽ ഹിലാൽ പ്രീ ക്വാർട്ടറിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ 7 ഗോൾ ത്രില്ലറിൽ വീഴ്ത്തി. യാസിൻ ബോണോ, കൂലിബാലി, മാൽക്കം, സാവിച്ച്, ലോഡി തുടങ്ങിയവർ ഈ ഫോം തുടർന്നാൽ ഫുട്ബോൾ ലോകത്തൊരു സൗദി വിപ്ലവം ഉറപ്പ്. പ്രായം തളർത്താത്ത പോരാളി തിയാഗോ സിൽവ നേതൃത്വം നൽകുന്ന ഫ്ലുമിനൻസെയും ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നവർ. ടൂർണമെന്റിൽ അവശേഷിക്കുന്ന ഏക ഇംഗ്ലീഷ് ക്ലബായ ചെൽസിയുടെ എതിരാളികൾ മറ്റൊരു ബ്രസീലിയൻ ക്ലബ് പാൽമിയറാസ്. എൻസോ ഫെർണാണ്ടസും കോൾ പാമറും പെഡ്രോ നെറ്റോയും അടങ്ങുന്ന ചെൽസിയുടെ യുവനിരയെ തടുക്കാൻ പാൽമിയറാസ് പെടാപ്പാടുപെടേണ്ടി വരും. അതേസമയം കാനറക്കരുത്തറിയിക്കാനായാൽ അവസാന നാലിലെത്തുന്നത് പാൽമിയറാസ് ആയിരിക്കും. സ്പോർട്സ് ഡെസ്ക് 24 റൗണ്ട് പൂർണ്ണമാകുന്നു.